നമസ്കാരം, വെൽക്കം ടു KU പാഠശാല. എൻ്റെ പേര് രമൺ ധർമ്മരാജ് എന്നാണ്. ഐ ആം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ആൻഡ് ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു കരിയർ കൗൺസിലിംഗ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, നിങ്ങൾ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, +1 +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ ഒരു പാരൻറ്റോ ആണെങ്കിൽ തീർച്ചയായിട്ടും CA എന്ന കോഴ്സിനെ കുറിച്ച് കുറേ കേട്ട് കാണും, കുറേ കരിയർ കൗൺസിലിങ്ങും കുറേ കരിയർ ഗൈഡൻസും അറ്റൻഡ് ചെയ്ത് കാണും. അതിനോടൊപ്പം തന്നെ കുറച്ചൊരു മിത്ത് ബ്രേക്കർ എന്ന രീതിയിലാണ് ഇത് പറയാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയുള്ള കുറേ മിത്ത്സ്, കുറേ അൺറിയാലിറ്റീസ് അല്ലെങ്കിൽ ബ്ലോൺ അപ്പ് റിയാലിറ്റീസ്. ആൻഡ് വാട്ട് ഇസ് ദ റിയാലിറ്റി ബിഹൈൻഡ് ദിസ് വണ്ടർഫുൾ കോഴ്സ് ദാറ്റ് ഇസ് കോൾഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. സോ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. ആൻഡ് ഞാൻ ജേണി തുടങ്ങിയ സമയത്ത് 2012 ഞാൻ CA-ലോട്ട് കയറും. 11-12 CA-ലോട്ട് കയറുമ്പം അന്നത്തെ കണക്കുകൾ പ്രകാരം 2,50,000 ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷത്തിന് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹേർഡ് വെരി ഓഫൺ, എപ്പോഴും കേൾക്കുന്നത്. ഇപ്പോഴും ഞാൻ കാണുമ്പം കരിയർ കൗൺസിലിംഗിൽ കേൾക്കുന്ന സ്ഥിരം വാചകം 7 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്, ഒരു 17 ലക്ഷത്തിൻ്റെ ആവശ്യകതയുണ്ട്, റിക്വയർമെൻ്റ് ഉണ്ട്, ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒപ്പിട്ട ലക്ഷങ്ങൾ കിട്ടും. സ്ഥിരം കേൾക്കുന്നൊരു വാചകമാണ്. ഒപ്പിട്ട ലക്ഷങ്ങൾ കിട്ടുന്നൊരു കോഴ്സാണ്, ഒത്തിരിയധികം സോഷ്യൽ സ്റ്റാറ്റസും പണവും സമ്പാദിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് എന്ന് നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ റിയാലിറ്റി? അപ്പോൾ ഞാൻ CA ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കുമ്പം എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ +2 അല്ലെങ്കിൽ ഫൗണ്ടേഷന് വരുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞത് ഒപ്പിട്ട ലക്ഷങ്ങൾ കിട്ടുന്നു, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അപ്പം കുറേ പേരിങ്ങനെ കൈയൊക്കെ മടക്കി ആ പറഞ്ഞവനിങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം എന്ന രീതിയിൽ മറുപടി പറയാനുണ്ട്. ഇത് ഞാൻ കാണുന്ന CA എന്ന കോഴ്സിൻ്റെ വലിയൊരു ബലഹീനതയാണ്. ദാറ്റ് ഇതിൽ വരുന്ന കുട്ടികൾ ആ ലക്ഷ്യങ്ങൾ തേടി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അത് തേടി വരുന്നു. ഇസ് ദാറ്റ് എ ഹെൽത്തി ട്രെൻഡ്? സോ ലെറ്റ് us അനലൈസ് എന്താണ് ഈ CA കോഴ്സ്. നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് തരം ജോലി ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കോപ്പ്, നിങ്ങളുടെ പാസ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? എന്ത് തരം തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. ആ തൊഴിലിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഡസ് ദിസ് സൗണ്ട് എക്സൈറ്റിംഗ് ടു യു? നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ? അത് പരിശോധന ശേഷം മാത്രം ഈ ഒരു കോഴ്സിലോട്ട് വരിക. സോ ആദ്യം തന്നെ എന്താണ് CA ചെയ്യേണ്ടത്? ഒരു ചാർട്ടേഡ് അക്കൗണ്ട് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ബ്രോഡായിട്ട് 3 മേഖലകളിലാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് എക്സ്പെർട്ടീസ് വേണ്ടത്. ആ 3 മേഖലകളെ നിങ്ങളൊന്ന് വളരെ ബ്രീഫായിട്ട് പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ അക്കൗണ്ട്സ് +2 കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി എന്താണെന്ന് അറിയായിരിക്കും. എങ്കിലും ഒരു കഥ പോലെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞുതരാം എന്താണ് അക്കൗണ്ടൻസി. ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ പോലും, ഏതൊരു എസ്പെഷ്യലി ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കണക്കുകളെല്ലാം വ്യക്തമായി കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് 1 ഇയർ ഡൗൺ ദ ലൈൻ പരിശോധിക്കണം എവിടെയാണ് ചിലവായത്, എത്ര വരവുണ്ട്, ലാഭമാണോ നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെങ്കിൽ കൃത്യമായ കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അക്കൗണ്ടൻസി. ഇപ്പോൾ തിങ്ക് ഓഫ് എ ബിഗ് ഓർഗനൈസേഷൻ, സേ റിലയൻസ് ഓർ ടാറ്റ, അല്ലെങ്കിൽ ഒരു ബാങ്ക്. ഇപ്പം എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ ഒരു ബാങ്കിന് 20,000 കോടി രൂപ, 20,000 crore rupees നിക്ഷേപം ഉള്ള ഒരു ബാങ്കാണ്. ആൻഡ് ദാറ്റ്സ് എ വെരി സ്മോൾ ബാങ്ക്. ഇഫ് യു ലുക്ക് അറ്റ് ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനെക്കാട്ടിൽ ഇത്രയും വലുതാണ് അവരുടെ തുകകൾ. 20,000 കോടി രൂപ നിക്ഷേപവും 15,000 കോടി രൂപ അടുപ്പിച്ച് കടവും കൊടുക്കുന്ന ഒരു ബാങ്ക്. ഇതുപോലൊരു ബാങ്കിൽ എത്ര ബ്രാഞ്ചുകളുണ്ടാവും, എത്ര എംപ്ലോയീസ് ഉണ്ടാവും, എത്ര മാനേജർമാരുണ്ടാവും. അവർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ അറിയാണ്ടോ അവരുടെ അറിവോട് കൂടിയോ ഈ ബാങ്കിൽ തിരിമറി കാണിച്ച് ഫണ്ട് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ബാങ്കിന് പുതിയ നിക്ഷേപകരെ വേണം, ബാങ്കിന് വളരാൻ വേണ്ടി പുതിയ നിക്ഷേപകരെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ആ നിക്ഷേപകർക്ക് അറിയണം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ഈ നിക്ഷേപം ചെയ്യുന്ന പൈസ കൃത്യമായിട്ടാണോ ഈ ബാങ്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെന്തെങ്കിലും മിസ് യൂട്ടിലൈസേഷൻ ഉണ്ടോ, അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾ, ഇവിടെ ഫ്രോഡ് ഒന്നും നടക്കാതിരിക്കാൻ വ്യക്തമായ ഇൻറ്റേർണൽ കൺട്രോളുകൾ ഉണ്ടോ, ആ ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, ആൻഡ് ഇവരുടെ എല്ലാം കണക്കുകൾ വർഷാവസാനം ഒരു ബാലൻസ് ഷീറ്റിൻ്റെയും
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും രൂപത്തിൽ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, സത്യസന്ധമായ ഒരു വ്യൂ ആണോ, സത്യസന്ധമായ പിക്ചർ, ഈ സ്ഥാപനത്തിൻ്റെ സത്യസന്ധമായ ഒരു പിക്ചർ ആണോ നൽകുന്നത് എന്നറിയണം. അതിന് അക്കൗണ്ടൻസിയിലും ടാക്സിലും ഫിനാൻസിലും ഗ്രാഹ്യമായ അറിവുള്ള ഒരു എക്സ്പേർട്ടിന് ആവശ്യമുണ്ട്. ഹൂ ഇസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, എവറി കമ്പനി, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനിയും അവരുടെ കണക്കുകൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കേണ്ട, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് മേടിക്കേണ്ടതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ കണക്കുകളെല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്, അല്ലെങ്കിൽ ഈ കണക്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്ത് നൽകേണ്ടതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പം ഈ ഒരു ദൗത്യത്തിന് ഗ്രാഹ്യമായ അറിവ് അക്കൗണ്ട്സിനെ കുറിച്ചും ഈ അക്കൗണ്ട്സിനെ എങ്ങനെ നമുക്ക് നൗ ലുക്ക് അറ്റ് എ കമ്പനി ദാറ്റ് ഹാസ് 20,000 crore ഡെപ്പോസിറ്റ്സ്, ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. അവരെല്ലാം KYC നോം ഫില്ല് ചെയ്തിട്ടുണ്ടോ, അവർക്കെല്ലാം ഇൻട്രസ്റ്റ് കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്, അവർക്കെല്ലാം കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് TDS പിടിക്കുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസിനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘം, ഒരു ടീം എങ്ങനെ ഡൈസെക്റ്റ് ചെയ്ത് പറയുന്നു ഇത് സത്യസന്ധമായ റിപ്പോർട്ടാണ്, ഇവിടെ തിരിമറി ഒന്നുമില്ല എന്നെങ്ങനെ പറയുന്നു? Now this task requires a lot of knowledge, it requires a lot of creativity and it requires effort. ഇതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഒന്നാമത്തെ ദൗത്യം, the first field of expertise. Now this is a very exciting role. At the same time, it's a role that requires a lot of hard work. ഒത്തിരിയധികം അധ്വാനം. കാരണം അക്കൗണ്ടൻസിയും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്, ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, കോൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ വളരെ ഗ്രാഹ്യമായ അറിവും എക്സ്പീരിയൻസും ആവശ്യമുള്ള ഒരു മേഖലയാണ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. തീർച്ചയായിട്ടും രണ്ട് വിഷയമാണെങ്കിലും ഒരു മേഖലയായിട്ട് ഞാനതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ഡൊമെയിൻ ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇസ് ഫിനാൻസ്. ഫിനാൻസ് വെച്ചാൽ ഏതൊരു കമ്പനിയുടെയും ഫിനാൻഷ്യൽ സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കാൻ വീണ്ടും ഒരു എക്സ്പേർട്ടിനെ വേണം. അപ്പോൾ ഒരു ഫിനാൻസ് എന്ന് പറയുമ്പം നോട്ട് ജസ്റ്റ് ഫിനാൻസ്, കോസ്റ്റിംഗ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും IT ആണെങ്കിലും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാ തരത്തിലും ഒരു എക്സ്പേർട്ട് നോളജ് ആവശ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം ആ റോൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു ഡിസിഷൻ, ഞാനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് പുതിയൊരു ബിസിനസ്സിലോട്ട് ചേർക്കുന്നു, ജിയോ എന്ന് പറഞ്ഞൊരു മൊബൈൽ നെറ്റ്വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നല്ലൊരു തീരുമാനമാണോ? എത്ര രൂപയുടെ നിക്ഷേപം വേണ്ടി വരും ഇതുപോലൊരു ബിസിനസ് ചെയ്യാൻ? ആ നിക്ഷേപം ചെയ്താൽ അതിൽ നിന്ന് ലാഭം കിട്ടുമോ? ഇത്രയും ലാഭം മതിയോ ഈ ബിസിനസ്സിന്? ഈ ലാഭത്തിന് ഇത്രയധികം രൂപ നിക്ഷേപം ചെയ്യണം? ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എവിടെ നിന്ന് കിട്ടും? ഞാൻ കടം മേടിക്കണോ? ഷുഡ് ഐ ബോറോ ഫ്രം എ ബാങ്ക്? അല്ലെങ്കിൽ കടപ്പത്രം ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണോ? അല്ലെങ്കിൽ പുതിയ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണോ? ഏത് രീതിയിലാണ് ഞാൻ ഈ ഫണ്ട് ശേഖരിക്കേണ്ടത്? തുടങ്ങി ഒരു കമ്പനിയുടെ സാമ്പത്തികപരമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുകയും ഒരു ഫിനാൻസ് ടീം, അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എൻറ്റയർ ഫിനാൻസ് ടീമിനെ മാനേജ് ചെയ്യുന്ന ഒരു വലിയൊരു ദൗത്യമാണ് ഒരു ഫിനാൻസ് മാനേജറിന് മുന്നിലുള്ളത്. ആൻഡ് ദാറ്റ് generally is handled by a chartered accountant. Chartered accountant is the most qualified person to handle that role. Definitely cost accountants, MBA finance എല്ലാത്തിനും റോൾ ഉണ്ടെങ്കിലും ഗ്രാഹ്യമായ അറിവ് തീർച്ചയായിട്ടും ഒരു എഡ്ജ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഈ റോളിൽ തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. ആൻഡ് ദ തേർഡ് domain of expertise where we truly are the kings, very proudly are the kings, is taxation. Income tax and GST. ഇത് രണ്ടിലും ഏതൊരു സ്ഥാപനത്തിനാണ്, എഗൈൻ ഇൻകം ടാക്സിൽ പോലും സെക്ഷൻ 44AB പ്രകാരം 1 കോടിക്ക് മേളിൽ ടേൺ ഓവറുള്ള ഏതൊരു സ്ഥാപനവും അവരുടെ ടാക്സ് പർപ്പസിന് വേണ്ടി ഓഡിറ്റ് ചെയ്യണം. സോ യു ഹാവ് ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു മേഖല നമ്മുടെ മുന്നിൽ തുറന്നു തരികയാണ്. പക്ഷേ അതുകൂടാണ്ട് ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു വ്യക്തിക്കും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുതൽ അവരുടെ ടാക്സ് പ്ലാൻ ചെയ്യുന്നതും അവരുടെ ടാക്സ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എക്സ്പെർട്ടീസ്. നൗ ഹിയർ വി ഹാവ് ടു ത്രെഡ് എ വെരി ഫൈൻ ലൈൻ. നമ്മൾ ഒരു വശത്ത് നമ്മുടെ ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് പറ്റുന്ന പോലെ ഇൻകം ടാക്സ് ആക്ടിലെയും GSTയിലും ലൂപ്പ് ഹോൾസ് വെച്ച് അവരെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷെ അതേസമയം ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം ഈ നാട്ടിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സത്യസന്ധമായിട്ട് അവരുടെ തൊഴിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിനാണ് അത് നഷ്ടം. അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് വളരെയധികം ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ദീസ് ആർ ദ ബ്രോഡ് 3 rules that are opened in front of you as a chartered accountant.
ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ലെറ്റ് us forget നിങ്ങൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസ, ഹൗ മച്ച് മണി യു മേക്ക്, നിങ്ങൾക്ക് എത്രത്തോളം പൈസ കിട്ടുന്നു, നിങ്ങൾക്ക് എന്ത് സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നു, എന്ത് തൊഴിലവസരങ്ങൾ കിട്ടുന്നു, എല്ലാം മറക്കുക. ഒരു സെക്കൻഡ് ചോദിച്ചു നോക്കുക, ഞാൻ ഈ പറഞ്ഞ 3 മേഖലകൾ, അത് ഓഡിറ്റ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, ഈ മേഖലകൾ കേട്ടിട്ട് ഇൻകം ടാക്സിനെ കുറിച്ച്, ഇൻകം ടാക്സിനെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബേസിക്കലി ഒരു ലോ എക്സ്പേർട്ടാണ് നിങ്ങൾ. അതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ ഡിസിഷൻസ്, നാളെ ടാറ്റ മോട്ടോഴ്സ് തീരുമാനിക്കുക അല്ലെങ്കിൽ ആപ്പിൾ കമ്പനി തീരുമാനിക്കുകയാണ് ഇന്ത്യയിൽ പുതിയൊരു പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, അതിൻ്റെ അക്കൗണ്ടിങ് ആസ്പെക്ട്സ്, അതിൻ്റെ ഓഡിറ്റിംഗ് ആസ്പെക്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ? ഡു യു ഫീൽ ഫയർഡ് അപ്പ്? അതോ ഇത് കേട്ടിട്ട് എന്തെങ്കിലും പഠിക്കാം എന്നൊരു മട്ടാണോ നിങ്ങൾക്കുള്ളത്? ചോദിക്കാം, ആസ്ക് യുവർ സെൽഫ്. ആൻഡ് ഇഫ് യു ഫീൽ ഇത് കൊള്ളാമല്ലോ, സംഭവം കൊള്ളാമല്ലോ, ഐ എം ക്യൂരിയസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പേർട്ട് ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഹാർട്ട്ഫുൾ വെൽക്കം. ദിസ് ഈസ് ദ കോഴ്സ് ഫോർ യു. CA is definitely the course for you. CA കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് CA കോഴ്സ് ഉള്ളത്. ദിസ് ദ ഫസ്റ്റ് സ്റ്റേജ് വിച്ച് ഇസ് ഫൗണ്ടേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർമീഡിയറ്റ് ആൻഡ് തേർഡ് സ്റ്റേജ് ഫൈനൽ. നിങ്ങൾ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതൊരു വിദ്യാർത്ഥിക്കും +2 കഴിഞ്ഞാൽ മാർച്ച് മാസം നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുകയാണെങ്കിൽ അതിനുശേഷം ഉള്ള നവംബറിൽ യു ക്യാൻ റൈറ്റ് ദ ഫൗണ്ടേഷൻ എക്സാം. ഫൗണ്ടേഷൻ എക്സാമിന് 4 പേപ്പറാണ്, 2 പേപ്പർ MCQ, 2 പേപ്പർ റിട്ടൺ എക്സാമാണ്. അക്കൗണ്ടൻസി, മാത്സ്, ലോ ആൻഡ് ഇക്കണോമിക്സ് എന്ന ബ്രോഡ്ലി 4 പേപ്പേഴ്സാണ് ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് +2 ലെവലും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ചേരുന്നതാണ് ഫൗണ്ടേഷൻ ലെവൽ. ഇറ്റ്സ് എ ഫെയർലി ഈസി എക്സാം. ഫൗണ്ടേഷന് ശേഷം നവംബർ മാസം, എല്ലാ വർഷവും നവംബർ ആൻഡ് മെയ്, യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് നവംബർ മാസമാണ്, അതിനടുത്ത് മെയ് മാസം അവർക്ക് എഴുതാം. നവംബർ മാസം നിങ്ങളുടെ ഫൗണ്ടേഷൻ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഈസ് ദി ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പായിട്ട് 8 പേപ്പറാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഗ്രൂപ്പ് 1-ൽ 4 പേപ്പർ, ഗ്രൂപ്പ് 2-ൽ 4 പേപ്പർ. ഇൻ്റർമീഡിയറ്റിൽ തിങ്സ് സ്റ്റാർട്ട് ടു ഗെറ്റ് എ ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജാണ് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിന് വേണ്ടത്. ആൻഡ് ആ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് 9 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതേണ്ടതാണ്. ആൻഡ് ദ ട്രിക്കി പാർട്ട് ഇസ്, ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പിൽ 4 വിഷയം. ഈ 4 വിഷയത്തിനും മിനിമം 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. 4 വിഷയത്തിനും കൂടി ചേർത്ത് 200 മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം തോറ്റു പോവുകയോ അല്ലെങ്കിൽ 4ഉം ജയിച്ചു പക്ഷെ 4ഉം കൂടി ചേർത്ത് 200 മാർക്ക് നിങ്ങൾക്ക് കിട്ടാണ്ട് പോവുകയോ ചെയ്താൽ ആ എൻറ്റയർ ഗ്രൂപ്പും നിങ്ങൾ തോറ്റു പോവുകയാണ്, നിങ്ങൾക്ക് വീണ്ടും എഴുതേണ്ടി വരും. ദിസ് ഇസ് വേർ CA ഗെറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. സെക്കൻഡ് ഒരു ചാലഞ്ച് പറയുകയാണെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പാസ് പെർസെൻറ്റേജ് എഴുതുന്ന കുട്ടികളിൽ 20 to 30% ആണ് പാസ് പെർസെൻറ്റേജ്. ഞാനീ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് a fairly difficult course, but it's a very exciting course. സോ നിങ്ങൾ ഇതിലോട്ട് വരുന്നത് ശരി പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും എന്ന് പറഞ്ഞ് എടുത്ത് ചാടുകയാണെങ്കിൽ അത് എൻ്റെ അഭിപ്രായത്തിൽ ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ടീച്ചർ ആൻഡ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു അബദ്ധമാണ്. നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ ആൻഡ് ആർ യു വില്ലിംഗ് ടു സ്ട്രഗിൾ ഫോർ ദാറ്റ് സബ്ജക്റ്റ്? കാരണം 9 മാസം കൊണ്ട് 8 പേപ്പർ കവർ ചെയ്യുക, ക്ലാസ്സസിൻ്റെ ഷെഡ്യൂൾ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ സെൽഫ് സ്റ്റഡി ചെയ്ത് മോഡൽ എക്സാം നിങ്ങൾ സ്വന്തമായിട്ട്. CAക്ക് നമുക്കൊരു കോളേജ് സെറ്റപ്പ് ഇല്ല. സോ കുറേ പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയായിരിക്കും. സോ ഈ സെൻറ്റേഴ്സിൽ ചില അധ്യാപകർ ടെസ്റ്റ് നടത്തുന്നതിലേക്ക് ഒരു ഇൻറ്റേർണൽ എക്സാം സിസ്റ്റം ഒന്നുമില്ല, വിച്ച് മീൻസ് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ എക്സാം ക്ലിയർ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ഡിറ്റർമിനേഷൻ, യുവർ വിൽ പവർ ആൻഡ് യുവർ ഡെഡിക്കേഷൻ. ഇൻ്റർ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട്സ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് CA. 3 വർഷം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ചെയ്യണം, വിച്ച് മീൻസ് യു വിൽ ബി വർക്കിംഗ് അണ്ടർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് 3 വർഷം നിങ്ങൾ വർക്ക് ചെയ്യണം. സോ ദിസ് ഗിവ്സ് യു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. പ്രാക്ടിക്കലി എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ലൈവായിട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കോഴ്സ്. കാരണം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ
നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വിച്ച് മീൻസ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിക്ക് കയറുമ്പോൾ തീർച്ചയായും നിങ്ങൾ എക്സ്പീരിയൻസോട് കൂടിയാണ് കയറുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ദിസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. മറ്റ് ചില ഫോറിൻ കോഴ്സുകൾ വെച്ച് നോക്കുമ്പോഴും CA മുന്നിട്ട് നിൽക്കുന്നതിന് ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇസ് ദാറ്റ് ഇറ്റ് കംസ് വിത്ത് എക്സ്പീരിയൻസ്. ഹൗഎവർ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, 3 വർഷം ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയും വേണം. വിച്ച് മീൻസ് രാവിലെ ക്ലാസ് കാണും, ഫുൾ ഡേ ജോലി കാണും, അതിന് വൈകിട്ട് ക്ലാസ് കാണും, അതിന് നിങ്ങൾ പഠിക്കേണ്ട ഒരു വളരെ റിഗറസ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും. 3 വർഷം ജോലി ചെയ്യുന്നതിന് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് 2.5 വർഷത്തിന് ശേഷം യു ക്യാൻ റൈറ്റ് യുവർ ഫൈനൽ എക്സാം. വീണ്ടും ഇൻ്റർമീഡിയറ്റ് പോലെ തന്നെ 8 പേപ്പറാണ്, 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിലും 4 പേപ്പർ വീതം. ഓരോ ഗ്രൂപ്പ് അറ്റ് എ ടൈം നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഗ്രൂപ്പ് 1 4 പേപ്പറും ഒരുമിച്ച് ക്ലിയർ ചെയ്ത് വിത്ത് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യണം. അതിനുശേഷം ഗ്രൂപ്പ് 2 4 പേപ്പറും അഗ്രിഗേറ്റോടുകൂടി ക്ലിയർ ചെയ്യാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഫൈനലിൽ വരുന്നത്. ദി എഫേർട്ട് ദാറ്റ് ഈസ് റിക്വയർഡ് ഇസ് ഹ്യൂജ്. എസ്പെഷ്യലി അത് ജോലിയോടൊപ്പം ആകുന്നത് കൊണ്ട് തന്നെ അതിൽ ഇടേണ്ട എഫേർട്ടും സ്ട്രെയിനും വളരെ വലുതാണ്. മറ്റൊരു അപ്രോച്ച് ടു ഡു CA എന്ന് പറയുന്നത് ഇസ് ദ ഡയറക്റ്റ് എൻട്രി അപ്രോച്ച്. അതായത് BCom കഴിഞ്ഞിട്ട് CA ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ BCom കഴിഞ്ഞതിന് ശേഷം CA ചെയ്യാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഫൗണ്ടേഷൻ എന്നൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. BCom കഴിഞ്ഞ് നേരെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾഷിപ്പിലോട്ടായിരിക്കും. സോ BCom കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾക്ക് CA രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഓഫീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. യു വിൽ ഗെറ്റ് ദ വർക്ക് എക്സ്പോഷർ. ആർട്ടിക്കിൾഷിപ്പിനോടൊപ്പം തന്നെ 9 മാസത്തെ ഇൻ്റർമീഡിയറ്റ്, 9 മാസത്തിന് ശേഷം 9 months ഓഫ് ആർട്ടിക്കിൾഷിപ്പിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിന് എക്സാം എഴുതാവുന്നതാണ്. അതിനുശേഷം 3 years ഓഫ് ആർട്ടിക്കിൾഷിപ്പിന് ശേഷം നിങ്ങൾക്ക് ഫൈനലിൻ്റെ എക്സാമും എഴുതാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ BCom കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. സോ BCom വിത്ത് 3 years എക്സ്പീരിയൻസ് കിട്ടുകയാണ്, വിച്ച് ഇസ് എ ഗുഡ് കോംബോ. മറ്റൊരു അഡ്വാൻറ്റേജ് ഫൗണ്ടേഷൻ എന്നൊരു സ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, നേരിട്ട് ഇൻ്റർമീഡിയറ്റിലൂടെ കടക്കാം. ഇതാണ് 2 അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് എക്സാമും ഈ ഓഫീസിനോടൊപ്പം തന്നെ ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ഈ ഫൈനലിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രെയിൻ, ആ ഒരു റിഗർ നിങ്ങൾ ഇൻ്റർനും അപ്ലൈ ചെയ്യേണ്ടി വരും. വിച്ച് ബിക്കംസ് എ ലിറ്റിൽ ടു സ്ട്രെനുവസ് ഫോർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. എങ്കിലും ദ കോൾ ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു ഏത് വേണം എന്നുള്ളത്. കാരണം കുറേ കുട്ടികൾ ആ ഒരു 3 വർഷം, എൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു 3 വർഷത്തെ കോളേജ് എക്സ്പീരിയൻസ് വളരെ വാല്യുബിൾ ആണ്. കോളേജിൽ പോയി കോളേജൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അത് പഠിച്ചിട്ട് CAയിലോട്ട് വരിക എന്ന് അഡ്വൈസ് ചെയ്യുന്ന കുറേ എക്സ്പേർട്സ് ഉണ്ട്. കുറേ പേര് പറയും എന്തിനാ 3 വർഷം BCom ചെയ്യുന്നത്, കാരണം BComനെക്കാട്ടിലും വലിയൊരു കോഴ്സാണ് CA. നേരിട്ട് 12th കഴിഞ്ഞ് നേരിട്ട് CAയിലോട്ട് വരിക. ദ കോൾ ഇസ് കംപ്ലീറ്റ്ലി യോഴ്സ്. ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാവുന്ന, രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒരിക്കലും തോൽവിയെ ഭയക്കരുത്. കാരണം ഞാൻ ഉൾപ്പെടെ, ഞാനും ഫൈനൽ 2 attempt തോറ്റിട്ടാണ്, 3ാമത്തെ അറ്റംപ്റ്റാണ് ഞാൻ പാസ്സാവുന്നത്. സോ മെൻ്റൽ സ്ട്രെയിൻ, അതിലൂടെ പോകുന്ന മെൻ്റൽ സ്ട്രെയിനിന് തയ്യാറായിരിക്കണം, അതിലൂടെ പോകുന്ന ഫിസിക്കൽ സ്ട്രെയിനിന് തയ്യാറായിരിക്കണം. ഇറ്റ് റിക്വയർസ് ഡെഡിക്കേഷൻ. ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത്, ഇറ്റ്സ് സംതിങ് മൈ അങ്കിൾ ടോൾ മീ. എൻ്റെ അങ്കിളിനെ ഉപദേശിച്ചാണ്, നിങ്ങൾ പഠിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവാനല്ല, ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ട് ആവാനാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏത് പ്രൊഫഷൻ ആയിരുന്നാലും ഓൺലി ഇഫ് യു എക്സെൽ ഇൻ ദാറ്റ് പ്രൊഫഷൻ, അത് CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഓൺലി ഇഫ് യു എക്സെൽ ഇൻ ദാറ്റ് പ്രൊഫഷൻ can you go ahead in a wonderful career. CA does give you the opportunity. കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരും, കുറേ വാതിലുകൾ തുറന്നു തരും, ഒത്തിരിയധികം സ്കോപ്പ് നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എൻറ്റയർ ഫിനാൻസ് ടീമിനായിരിക്കും, ഒരു ഫിനാൻസ് മാനേജറായിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ കേസുകൾ, ഇൻകം ടാക്സിൻ്റെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ വരെയുള്ള കേസുകൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള അവസരം തരും. പക്ഷേ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് ഈസ് ഡെഫിനറ്റ്ലി ഹ്യൂജ്. CA ഫൈനലോട് കഴിയുന്നില്ല, ഫൈനൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിന് അതുപോലെ തന്നെ. കാരണം ഇൻകം ടാക്സും GSTയും എല്ലാ വർഷവും അപ്ഡേറ്റ് ആകുന്ന സബ്ജക്ട്സ് ആണ്. സോ എല്ലാ വർഷവും കൃത്യമായിട്ട് ബഡ്ജറ്റ് വരുമ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിത്തം കണ്ടിയണം. ഞാനും കണ്ടിയാറുണ്ട്, എല്ലാ ചാർട്ട് അക്കൗണ്ട്സും കണ്ടിയാറുണ്ട്. സോ ആ ലേണിംഗ് പ്രോസസ്സ്, സോഫ്റ്റ്വെയർ മാറുന്നു, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാറുന്നു, അക്കൗണ്ടിങ് നോംസ് മാറുന്നു, പ്രിൻസിപ്പിൾസ് മാറുന്നു, എല്ലാത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പം കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ആകേണ്ട ഒരു പ്രൊഫഷനാണ്. ഇതിനോടൊപ്പം തന്നെ ഡെഫിനറ്റ്ലി കരിയറിൽ ഒത്തിരി അവസരങ്ങൾ, പാക്കേജ് വൈസ്, സാലറി വൈസ്.
ഫോറിൻ കോഴ്സുകളായിട്ട് MOUs, ഇപ്പം CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്ക് ACCA കോഴ്സുമായിട്ട് MOU ഉണ്ട്. ACCL 13 പേപ്പറിൽ നിങ്ങൾ 5 പേപ്പർ എഴുതിയാൽ മതി. CPA കാനഡ ചെയ്യണമെങ്കിൽ 4 പേപ്പർ എഴുതിയാൽ മതി. CPA ഓസ്ട്രേലിയ ആണെങ്കിൽ വെറും 2 പേപ്പർ എഴുതിയാൽ നിങ്ങൾക്ക് CPA ഓസ്ട്രേലിയ കിട്ടും എന്ന ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ ദീസ് ആർ ദ റിയാലിറ്റീസ് ബിഫോർ യു. ഇത് കണ്ടിട്ട് പേരൻസിനോടൊരു വാക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് മക്കളെ നിർബന്ധിച്ച് ഈ ഒരു കോഴ്സിലോട്ട് പറഞ്ഞയക്കരുത്. മക്കൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക, ഇതൊരു ഗൈഡൻസ് ആയിട്ട് കാണുക. തീർച്ചയായിട്ടും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനോടും CA പഠിക്കുന്ന വിദ്യാർത്ഥികളോടും കൂടുതൽ സംസാരിക്കുക. ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇത് ആസ്വദിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. എങ്കിൽ ആ ഇടേണ്ട അധ്വാനമൊക്കെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും, വളരെയധികം ആസ്വദിക്കും, വളരെ എൻജോയ് ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നേറാവുന്ന ഒരു കരിയർ തന്നെയാണ്. പക്ഷേ ഇതൊരു മടുപ്പോടു കൂടിയാണ്, വെറും പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടും, ഒത്തിരി വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ്സ് എ ഹാർഡ് റോഡ് അഹെഡ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ കരിയർ. ആൻഡ് എല്ലാ കുട്ടികളോടും പറയുന്ന പോലെ എൻജോയ് ലേണിംഗ്.